ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ അപ്കമിംഗ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിന്റെ കയ്യിൽ സ്വർണവും പണവും കൊടുത്ത് പറഞ്ഞുവിട്ട് ഗുണ്ടകളെ വെച്ച് സുധീഷിനെ തട്ടിക്കൊണ്ടുപോവുകയാണ് അരുണും രാജീവും. സുധീഷ് തങ്ങളെ ചതിച്ചു സ്വർണവും പണവുമായി മുങ്ങിയതാണെന്ന് നിധിയുടെ മുമ്പിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് രാജീവും അരുണും. സുധീഷ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവരുടെ മുന്നിൽ സുധീഷിന് വേണ്ടി വാദിക്കുകയാണ് നിധി. ഗുണ്ടകൾ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് സുധീഷിനെ കൊണ്ടുവന്ന് കെട്ടിയിടുകയാണ്. നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത്. ബഹളം വെച്ച് സുധീഷ് പറയുന്നു, ആരാടോ നിങ്ങളെല്ലാവരും? എന്തിനാ എന്നെ പിടിച്ചോണ്ട് വന്നത്? സ്വർണവും പണവും വേണമെങ്കിൽ കൊണ്ടുപോടാ. നിങ്ങളെ എല്ലാവരെയും കണ്ടാൽ സ്വർണവും പണവും കൊണ്ടുപോകാൻ വേണ്ടി വന്നവരായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാതെ എന്നെ എന്തിനാ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ആഴ്ച വിടടാ, പറയുന്നത് കേൾക്ക്. എന്നെ പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തി കാശ് വാങ്ങിക്കാനാണെങ്കിൽ ഇപ്പോഴേ ഞാൻ പറയുക, എനിക്ക് വേണ്ടി ആരും 10 പൈസ പോലും തരില്ല. എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം. കെട്ടടിച്ചു വിടടാ. ഗുണ്ടകളുടെ ഒരാൾ പറയുന്നു, ഇവൻ എന്തിനാ ഇങ്ങനെ ബഹളം വയ്ക്കുന്നത്? ഇവനെ ഞാൻ ഇന്ന്. അങ്ങനെ അരികിലേക്ക് ചെന്ന് ടേപ്പ് എടുത്ത് സുധീഷിന്റെ വായിൽ ഒട്ടിക്കുകയാണ് അയാൾ. തുടർന്ന് ടെൻഷൻ അഭിനയിച്ച് പുറത്തു നിൽക്കുകയാണ് രാജീവും അരുണും. അവരെ ഒന്ന് നോക്കിയിട്ട് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിധി. തുടർന്ന് അകത്തേക്ക് കയറുമെന്ന് അരുൺ രാജീവിനോട് പറയുന്നു, പറയച്ചാ, അച്ഛന്റെ മരുമകൻ ചെയ്ത ചതിയെ കുറിച്ച് മോളോട് പറ. നിധി ചോദിക്കുന്നു, അച്ഛാ, സുധീഷ് എവിടെയാണെന്ന് അറിഞ്ഞോ? രാജീവ് പറയുന്നു, നിധി, നമ്മൾ ചതിക്കപ്പെട്ടു മോളെ. അവനെ വിശ്വസിച്ച നമ്മൾ ചതിക്കപ്പെട്ടു. കൊടുത്തുവിട്ട പണവും സ്വർണവുമായി അവൻ നാട് വിട്ടു. അരുൺ പറഞ്ഞതാണ് സത്യം. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം അവൻ എന്നെ ചതിച്ചു കൊണ്ടുപോയി. നിധി ചോദിക്കുന്നു, എന്താ അച്ഛാ ഇത്? ഏട്ടന്റെ കൂടെ ചേർന്ന് സുധീഷ് തെറ്റ് ചെയ്തെന്ന് അച്ഛനും പറയുകയാണോ? സുധീഷ് അങ്ങനെയുള്ള ആളല്ല, ദയവ് ചെയ്ത് മനസ്സിലാക്ക്. അരുൺ പറയുന്നു, നീ ആദ്യം മനസ്സിലാക്കു നിധി. അവൻ കള്ളനാ, ഫ്രോഡ്. ഇതാ അവന്റെ ബുദ്ധി. നമ്മളാണ് അവനെ വിശ്വസിച്ച് എല്ലാം കൊടുത്ത് ചതിക്കപ്പെട്ടിരിക്കുന്നത്. നിധി പറയുന്നു, ഇല്ല, സുധീഷ് അങ്ങനെയുള്ള ആളെയല്ല. പണത്തിനും സ്വർണത്തിനും വേണ്ടി ആഗ്രഹിച്ച് മോഷ്ടിച്ച് ചതിക്കുന്ന ലെവലിലേക്കൊന്നും സുധീഷ് പോകില്ല. ദയവ് ചെയ്ത് സുധീഷിന് എന്ത് പറ്റിയെന്ന് അന്വേഷിക്ക്. അരുൺ ചോദിക്കുന്നു, ഇനി നീ അവനെ വിശ്വസിക്കുകയാണോ? നിന്നെ കല്യാണം കഴിച്ചതിന്റെ പിന്നിലും അവൻ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ നിനക്കെന്താ മനസ്സിലാകാത്തത്? അവൻ വണ്ടി നിർത്തി GPS ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവനെ ഫോളോ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി എല്ലാം അവൻ ചിന്തിച്ച് ചെയ്തിരിക്കുക. മനസ്സിലാക്കുന്നിതി, അവൻ നല്ലവനല്ല. നീ അവനെ വിശ്വസിച്ച് ചതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാജീവ് പറയുന്നു, അരുണെ മതിയടാ, അതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയണ്ട. സത്യമായിട്ട് മോളെ, ഞാൻ അവനെ വിശ്വസിച്ച അതെല്ലാം കൊടുത്തു വിട്ടത്. ഇവിടെ വന്നത് മുതലേ ആരോടും അധികം അടുക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. സാരമില്ല, എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചു. നീയും കണ്ടതല്ലേ അവനോട് ഞാൻ എന്ത് സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചതെന്ന്. ഇവിടെ വന്നതിന് ശേഷം മോശമായിട്ടൊന്നും പെരുമാറിയിട്ടേ ഇല്ല. സുധീഷിന് ഒരു ബിസിനസ് തുടങ്ങി കൊടുക്കാൻ വരെ ഞാൻ തയ്യാറായിരുന്നു. പണം കണ്ട ഉടനെ അവന്റെ സ്വഭാവം മാറിയത് കണ്ടോ? അവനെയാണോ നമ്മൾ വിശ്വസിച്ചത്? നിധി ചോദിക്കുന്നു, അച്ഛാ, അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത്? സുധീഷ് കാശിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളല്ല. ഹേമ ചോദിക്കുന്നു, എന്താടി നിന്റെ അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ലക്ഷക്കണക്കിന് പണമാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴും നീ ആ ഡ്രൈവറെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നിന്റെ അച്ഛനെ നോക്കടി, രാജീവേട്ടൻ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്തുണ്ടാക്കിയ പണം അവൻ അടിച്ചുകൊണ്ട് പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരുത്തനെയാണ് നീ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്താടി നിനക്കിതൊന്നും മനസ്സിലാകാതെ പോയത്? പാവാടി നിന്റെ അച്ഛൻ. ഇന്നലെ രാത്രി കൂടി സുധീഷിനൊരു ബിസിനസ് തുടങ്ങി കൊടുക്കണം, അവര് പണത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞതാ. നിന്നെ വിശ്വസിച്ചല്ലടി അവനെ ഞങ്ങള് വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്. നിധി പറയുന്നു, നിർത്തമ്മ, നിങ്ങൾ എന്താ എല്ലാവരും ഒരുപോലെ ചിന്തിക്കുന്നത്? സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ വിശ്വസിക്ക്. അരുൺ പറയുന്നു, അച്ഛാ, നമ്മൾ എത്ര പറഞ്ഞാലും ഇവക്ക് മനസ്സിലാകില്ല. അവൻ അത്രയും പണവുമായി എവിടെ ആയിരിക്കും പോയിരിക്കുക? നേരെ അവന്റെ വീട്ടിലേക്ക് പോകാനാ സാധ്യത. നമുക്ക് അവിടേക്ക് പോകാം. അവിടെ ഉള്ളവർക്ക് 4 എണ്ണം കൊടുത്തിട്ട് ചോദിച്ചാൽ സത്യം പുറത്തു വരും. ഹേമ പറയുന്നു, അരുൺ പറഞ്ഞതാ ശരി, അങ്ങനെ ചെയ് രാജീവേട്ടാ. നിധി പറയുന്നു, ഒന്നും മിണ്ടാതിരിക്കോ അമ്മേ. അരുണേട്ടാ, അങ്ങനെയൊന്നും ചെയ്യരുത്. സുധീഷ് ഉറപ്പായും ഇത് ചെയ്തിട്ടുണ്ടാകില്ല. പണം മോഷ്ടിച്ചിട്ട് എങ്ങനെ സുധീഷിനെ എന്റെ മുഖത്ത് നോക്കാൻ കഴിയും? സുധീഷ് അതൊക്കെ ആലോചിക്കില്ലേ? അരുൺ പറയുന്നു, അച്ഛാ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൻ അത്രയും പണവും സ്വർണവും കിട്ടിയതിനു ശേഷം എന്തിനാ നിന്നെ ഫേസ് ചെയ്യുന്നത്? നിനക്കും നിന്റെ കുടുംബത്തിനും ഡാറ്റ പറഞ്ഞ് പോയതായിരിക്കും. ഹേമ പറയുന്നു, എടാ അരുണെ, നീ അവനെ വെറുതെ വിടരുത്. നീ അവന്റെ വീട്ടിൽ ചെന്ന് കാര്യം അന്വേഷിക്ക്. അവൻ അവന്റെ കുടുംബത്തെയും കൂട്ടി രാത്രിക്ക് രാത്രി ഒളിച്ചോടി പോകും. നിധി അമ്മ എന്ന് വിളിക്കുമ്പോൾ ഹേമ ചോദിക്കുന്നു, എന്താടി അമ്മ? എന്തമ്മ? ഞങ്ങൾ ഇത്രയും പേര് പറഞ്ഞിട്ടും നീ അത് വിശ്വസിക്കുന്നില്ല. പിന്നെയും പിന്നെയും നീ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്ക്, നിന്നെ വിശ്വസിപ്പിക്കുന്നത് ഞങ്ങളുടെ ജോലിയല്ല. നീ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യും. അതിനുവേണ്ടി ലക്ഷക്കണക്കിന് പണം ഏതോ ഒരുത്തൻ കട്ടോണ്ട് പോയെന്ന് പറഞ്ഞ് പോയത് പോട്ടെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? അരുണെ, നീ ഉടനെ പോകാൻ നോക്ക്. അരുൺ പറയുകയാണ്, അച്ഛാ, ഞാൻ പോവാ അച്ഛാ. പോയി അവന്റെ കുടുംബം എസ്കേപ്പ് ആകുന്നതിന് മുമ്പ് ഞാൻ പിടിച്ചിരിക്കും. അവരെ അടിക്കുന്ന അടിയില് സത്യം പുറത്തു വരും. നമ്മുടെ പണം നമ്മളെ വിട്ട് എവിടെയും പോകില്ല അച്ഛാ. അങ്ങനെ അരുൺ അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ പിടിച്ച് സാന്ദ്ര പറയുന്നു, അരുണേട്ടാ, ധൃതി വെച്ച് ഓരോ തീരുമാനങ്ങൾ എടുക്കരുത്. ഒന്ന് ആലോചിച്ചിട്ട് മതി. കൈ തട്ടിമാറ്റി അരുൺ പറയുന്നു, നിനക്കൊന്നും അറിയില്ല.
അറിയില്ല, നീ മിണ്ടാതിരിക്കെ. നിധി പറയുന്നു, അരുണേട്ടൻ എന്താ അറിയേണ്ടത്? സുധീഷ് വീട്ടിലെത്തിയോ ഇല്ലയോ എന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ തന്നെ അവരോട് ചോദിക്കാം. ദയവ് ചെയ്ത് അതുവരെ അരുണേട്ടൻ അടങ്ങിയിരിക്കെ പ്ലീസ്. അരുൺ പറയുന്നു, അച്ഛൻ പറ, ഞാൻ പോണോ വേണ്ടയോ? രാജീവ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ ഹേമ പറയുകയാണ്, അവള് സംസാരിച്ചിട്ട് വരട്ടെ അരുണേ, അപ്പോഴെങ്കിലും അവൾക്ക് മനസ്സിലാകുമെന്ന് നോക്കാം. നിധി ടെൻഷനോടുകൂടി ഫോണുമായി അകത്തേക്ക് പോകുമ്പോൾ മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും അരുണും ഹേമയും. സാന്ദ്ര ടെൻഷനോടുകൂടി നിൽക്കുന്നു. തുടർന്ന് റൂമിലേക്ക് വന്ന നിധി ഓർക്കുകയാണ് പണവും സ്വർണവും രാജീവ് സുധീഷിന്റെ കയ്യിൽ കൊടുത്തുവിട്ടതും രാജീവും ഹേമയും അരുണും സുധീഷിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചതുമെല്ലാം. നിധി ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുവെങ്കിലും ബിസിയാണെന്ന് പറയുകയാണ്. ഹരീഷും നീതുവും ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിധി മനസ്സിൽ പറയുന്നു, സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചാലോ? വേണ്ട, സുഭാഷ് ഏട്ടൻ പേടിക്കും. ഈ കാര്യം സുഭാഷ് ഏട്ടനും നികേഷും അറിയാതെ നോക്കണം. അങ്ങനെ നിധി വീണ്ടും ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോഴും ഹരീഷും നീതുവും കൂടി ഫോണിൽ സംസാരിക്കുകയാണ്. തുടർന്ന് ടെൻഷനോടുകൂടി ഇരിക്കുന്ന നിധിയുടെ അരികിലേക്ക് വന്ന ഹേമ ചോദിക്കുന്നു, എന്താ നിധി, സംസാരിച്ചോ? ഫോൺ എടുത്തില്ലമ്മാന്ന് നിധി പറയുമ്പോൾ ഹേമ പറയുകയാണ്, ഓ അപ്പം അവൻ തന്നെയല്ല മോഷ്ടിച്ചത്, കുടുംബമായിട്ട് പ്ലാൻ ചെയ്ത് മോഷ്ടിച്ചതാണ്. സ്വർണവും പണവുമായി കുടുംബത്തോടെ നാട് വിട്ടു പോയി കാണും. നിധി പറയുന്നു, അമ്മ എന്താ ഇത്? അങ്ങനെയൊന്നും ഉണ്ടാകില്ല, വെറുതെ അമ്മ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. ഹേമ പറയുകയാണ്, ഞാൻ ഇല്ലാത്തതാണോ പറഞ്ഞത്? അവരെന്താ ഫോൺ എടുക്കാഞ്ഞത്? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഫോണിൽ സംസാരിക്കേണ്ടതല്ലേ? അച്ഛൻ അവനെ എന്ത് വിശ്വസിച്ചതാ? ഇപ്പം അവനും അവന്റെ കുടുംബവും ചതിച്ചില്ലേ? നിധി പറയുകയാണ്, അമ്മേ ഒന്ന് മിണ്ടാതിരിക്കുവോ? എനിക്കിപ്പോ തോന്നുവാ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്. അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ തല പൊട്ടി പോവുക. സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഹേമ ചോദിക്കുന്നു, പിന്നെന്താ അവനും അവന്റെ കുടുംബത്തിലുള്ളവരാരും ഫോൺ എടുക്കാത്തത്? എന്താ അവന്റെ ഫോൺ ഒരുപാട് നേരമായിട്ട് സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുന്നത്? നിധി പറയുന്നു, എനിക്കറിയില്ലമ്മ. ഹേമ പറയുന്നു, ഇത് ശരിയാകില്ല നിധി, ഞാൻ നിന്റെ അച്ഛനോട് പോയി പറയാൻ പോകുക. പണവും സ്വർണവും എല്ലാം പോയത് പോട്ടെ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ പണത്തിനോട് ആർത്തിയുള്ള ഒരു കുടുംബത്തിലാണോ നീ ജീവിച്ചത്? നിധി പറയുന്നു, അമ്മ കുറച്ചു നേരം എന്നെ തനിച്ചു വിട്. ഹേമ പറയുന്നു, ഞാൻ പോവാടി, പക്ഷെ ഒന്ന്, നിന്റെ അച്ഛൻ ഇനി അടുത്തതായി എന്ത് ചെയ്താലും ഞാൻ തടഞ്ഞു നിർത്തില്ല. തുടർന്ന് നീതുവിന്റെ കോള് കട്ട് ചെയ്യുന്ന ഹരീഷ് കാണുകയാണ് നിധിയുടെ മിസ് കോൾസ്. അങ്ങനെ ഹരീഷ് നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധി പറയുന്നു, ഹരീഷ്, സുധീഷ് എവിടെ വന്നോ? ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടനോ? സുധീഷ് ഏട്ടൻ എങ്ങനെ ഇവിടെ വരിക? ഏട്ടത്തിയുടെ കൂടെ അല്ലേ വന്നത്? നിധി പറയുന്നു, അതല്ല, സുധീഷ് പുറത്തു പോയായിരുന്നു, ഇതുവരെ തിരിച്ചു വന്നില്ല, അതാ അവിടെ വന്നോന്ന് ഞാൻ ചോദിച്ചത്. വന്നില്ലേ? ഇവിടെ വന്നില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ നിധി ചോദിക്കുകയാണ്, ഹരീഷിനെ ഫോണിൽ വിളിച്ചായിരുന്നോ? ഹരീഷ് പറയുന്നു, ഫോൺ വിളിച്ചില്ല. എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിധി പറയുന്നു, പ്രശ്നമൊന്നുമില്ല, രാവിലെ ഇവിടുന്ന് പോയതാ, ഇതുവരെ വന്നില്ല. ഫോണിൽ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറയുന്നു, അതാ ചോദിച്ചത്. ഏട്ടത്തി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഏയ് ഇവിടെ പ്രശ്നമൊന്നുമില്ല, സുധീഷ് ഇതുവരെ വീട്ടിൽ വന്നില്ല, എല്ലാവരും സുധീഷിനെ അന്വേഷിക്കുന്നു, അതാ ഞാൻ അവിടെ വന്നോന്ന് ചോദിച്ചത്. ഹരീഷ് പറയുകയാണ്, ഇവിടെ വന്നിട്ടില്ല, ഏട്ടത്തിയോട് പറയാതെ സുധീഷ് ഏട്ടൻ ഇങ്ങോട്ട് വരില്ല. നിധി പറയുന്നു, ആ ശരി, സുധീഷ് അവിടെ വരുവാണെങ്കിൽ എന്നെ കോള് ചെയ്ത് പറയണേ. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ ഇവിടെ വരുവാണെങ്കിൽ ഞാൻ ഏട്ടത്തിയെ വിളിക്കാം, ഇനി സുധീഷ് ഏട്ടൻ അവിടെ വന്നാൽ ഏട്ടത്തി എന്നെ വിളിച്ചു പറയണം. വിളിക്കാന്ന് പറഞ്ഞ നിധി കോള് കട്ട് ചെയ്യുകയാണ്. ഹരീഷും സുധീഷിന്റെ ഫോണിൽ വിളിക്കുന്നുവെങ്കിലും കിട്ടുന്നില്ല. തുടർന്ന് സുധീഷ് ബഹളം വയ്ക്കുകയാണ്, കെട്ടടിച്ചു വിടടാ, നിങ്ങൾക്ക് ഇപ്പം എന്താ വേണ്ടത്? സുധീഷിന്റെ വീഡിയോ എടുക്കുകയാണ് ഗുണ്ടകളിൽ ഒരാൾ. തുടർന്ന് അരുണിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോൾ ഫോൺ എടുക്കാനായി പെട്ടെന്ന് നടന്നു പോവുകയാണ് അരുൺ. ഇത് കണ്ട് രാജീവ് ചോദിക്കുന്നു, എടാ അരുണെ, എന്താ ഇത്ര പെട്ടെന്ന് നടന്നു പോകുന്നത്? പതിയെ നടക്ക്, കാല് വയ്യാത്തതല്ലേ? ചുറ്റും നോക്കിയിട്ട് അരുൺ പറയുന്നു, അച്ഛാ ഇവിടെ ആരും ഇല്ലല്ലോ ഇപ്പോൾ. രാജീവ് പറയുന്നു, നമ്മൾ ചിന്തിച്ചത് നടത്തിയെടുക്കുന്നത് വരെ സൂക്ഷിക്കണം, നല്ല ശ്രദ്ധയുണ്ടാകണം. ശരി അച്ഛാന്ന് പറഞ്ഞ് ഫോൺ എടുത്തു നോക്കുകയാണ് അരുൺ. സുധീഷ് ബഹളം വെക്കുന്ന വീഡിയോ കണ്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അരുണും രാജീവും. ആ വീഡിയോ കണ്ട് ഹേമ പറയുന്നു, ഇവൻ ഇങ്ങനെ തന്നെ വേണം. രാജീവ് പറയുന്നു, സൂപ്പർ ഇടാ അരുണെ, ഇതോടെ അവന്റെ ശല്യം തീരണം. ഈ രാജീവിന്റെ മകളെ അവന് ഭാര്യയായിട്ട് വേണമല്ലേ? വിടില്ലട നിന്നെ. ഇനി അവൻ നിധിയെ കാണാനേ പാടില്ല. നിധി സുധീഷിനെയും പണവും സ്വർണവുമായി സുധീഷ് നാട് വിട്ടുപോയെന്ന് നിധി വിശ്വസിക്കണം. നിധിയുടെ ജീവിതത്തില് ആ സുധീഷിന്റെ ചാപ്റ്റർ ഇന്നത്തോടുകൂടി ക്ലോസ് ആകണം. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് നിധി. പെട്ടെന്ന് എല്ലാവരുടെയും മുഖം മാടുകയാണ്. നിധി പറയുന്നു, അച്ഛാ ഞാൻ പറഞ്ഞില്ലേ സുധീഷ് വീട്ടിലേക്കൊന്നും പോയിട്ടില്ല. അരുൺ പറയുന്നു, വീട്ടിലേക്ക് പോയില്ലെങ്കിൽ മോഷ്ടിച്ചില്ലെന്നാണോ അർത്ഥം? എവിടെയെങ്കിലും പോയി ചേട്ടാനുജന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുകയായിരിക്കും. നിധി പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ ഞാൻ സുധീഷിന്റെ വീട്ടിൽ സംസാരിച്ചെന്ന്, അവിടെ ആർക്കും ഒന്നും അറിയില്ല. രാജീവ് പറയുന്നു, മോളെ ഇത് ശരിയാകില്ല, അവൻ കാരണം നഷ്ടപ്പെട്ടത് പല ലക്ഷങ്ങളാണ്. നീ ഞങ്ങളെ വിശ്വസിക്കാതെ അവന് വേണ്ടി സംസാരിക്കുന്നത് തെറ്റാണ് മോളെ. നിധി പറയുന്നു, അച്ഛ സുധീഷിനെ പറ്റി എന്ത് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ വിശ്വസിച്ചേനെ, പക്ഷെ സുധീഷ് ഒരിക്കലും മോഷ്ടിക്കില്ല. ആരെങ്കിലും സുധീഷിനെ പണം തട്ടിയെടുക്കാൻ വേണ്ടി അപായപ്പെടുത്താൻ ശ്രമിച്ചതോ ആയിരിക്കില്ലേ? അച്ഛൻ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാം. ഇത് കിട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് എല്ലാവരും. നിധി പറയുന്നു, സുധീഷ് എവിടെയാണെന്ന് പോലീസ് കണ്ടുപിടിക്കട്ടെ. സുധീഷ് പണവും സ്വർണവും എടുത്തിട്ടുണ്ടെങ്കിൽ അതും പോലീസ് കണ്ടുപിടിച്ച് പറയട്ടെ. പക്ഷെ
ഉറപ്പായിട്ടും പറയുകയാണ് അച്ഛാ, സുധീഷ് ഇത് ചെയ്യില്ല. രാജീവ് പറയുന്നു, നീ എന്താ മോളെ പറയുന്നത്? എങ്ങനെ നമ്മള് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും? നമ്മുടെ ബിസിനസിനെ പറ്റി നിനക്കറിയില്ലേ? ഇത്രയും പണവും സ്വർണവും വണ്ടിയിൽ കൊണ്ടുപോയെന്ന് അറിഞ്ഞാൽ തന്നെ പോലീസിന് നമ്മുടെ പേരിൽ കേസ് എടുക്കാൻ പറ്റും. സ്വർണവും പണവും വെച്ചുള്ള ബിസിനസ് കാലാകാലങ്ങളായി നടക്കുന്നതാണ്. പക്ഷെ പണം കാണാനില്ല എന്ന് പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റില്ല. എവിടെ നിന്നാണ് ഇത്രയും പണം വന്നത്, എങ്ങനെയാണ് വന്നതെന്നൊക്കെ കണക്ക് കാണിക്കാൻ പറയും. നമ്മുടെ കയ്യിൽ കണക്കൊന്നും ഇല്ലല്ലോ. ഈ കാര്യത്തിൽ നമുക്ക് പോലീസിന്റെ അരികിൽ പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആരെയും വിശ്വസിക്കാതെ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അരുൺ പോകണമെന്ന് പറഞ്ഞത്. മരുമകനല്ലേ എന്ന് വിചാരിച്ച് വിശ്വസിച്ചാണ് ഞാൻ സുധീഷിനെ പറഞ്ഞു വിട്ടത്. പക്ഷെ അവൻ ചതിച്ചു. അരുൺ പറയുന്നു, അച്ഛാ നമുക്ക് സമയമില്ല, ഇവളെ മനസ്സിലാക്കിപ്പിക്കാനും പറ്റില്ല, നമുക്ക് പോകാം. അരികിലേക്ക് വന്ന് സാന്ദ്ര ചോദിക്കുന്നു, അരുണേട്ടാ ഈ അവസ്ഥയിൽ എവിടെ പോകുക? അരുൺ പറയുകയാണ്, വീടിന്റെ അവസ്ഥയെ മോശമായിട്ടിരിക്കുക, അപ്പൊ നീ എന്നെ പറ്റി ആലോചിക്കുന്നോ? പോയി നിന്റെ ജോലി നോക്ക്. അങ്ങനെ അരുൺ അവിടെ നിന്ന് പോവുകയാണ്. ഹേമ ചോദിക്കുന്നു, മതിയായോടി നിനക്ക്? ഇനിയും ആ കുടുംബത്തിന് വേണ്ടി വക്കാലത്ത് പറയാൻ വരണ്ടല്ലോ. ഇനിയെങ്കിലും ഞങ്ങളെ വിശ്വസിക്കുന്നതി, അത്രേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ ഹേമ അവിടെ നിന്ന് പോവുകയാണ്. നിധി കണ്ണു നിറങ്ങി നിൽക്കുമ്പോൾ നിധി എന്ന് വിളിച്ച് വിഷമത്തോടുകൂടി കയ്യിലേക്ക് വിളിക്കുകയാണ് സാന്ദ്ര. തുടർന്ന് രാത്രിയായിട്ടും സുധീഷിനെ കാണാത്തത് കൊണ്ട് ടെൻഷനോടുകൂടി റൂമിലിരിക്കുകയാണ് നിധി. വാതിലിന്റെ അരികിലേക്ക് വന്ന ഹേമ മറഞ്ഞു നിന്ന് നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷിന്റെ ഫോണിലേക്ക് വോയിസ് മെസ്സേജ് അയക്കുകയാണ് നിധി. സുധീഷ് എവിടെയാ? സുധീഷിനെ കാണാതെ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഈ മെസ്സേജ് കാണുമ്പോൾ ദയവ് ചെയ്ത് കോള് ചെയ്യ്. അരികിലേക്ക് വന്ന ഹേമ ചോദിക്കുന്നു, എന്ത് ചെയ്യുവാടി? സുധീഷിനെ വിളിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് നിധി പറയുമ്പോൾ ഹേമ പറയുകയാണ്, നീ ഞങ്ങളെ ഇതുവരെയും വിശ്വസിച്ചില്ല അല്ലേ? അത്രയ്ക്ക് എന്താടി ആ കുടുംബം നിനക്ക് വേണ്ടി ചെയ്തത്? ഒരു 4 മാസം നീ അവിടെ ജീവിച്ചോ? അതിനുള്ളിൽ അവരെ പറ്റി എല്ലാം മനസ്സിലാക്കിയോ നീ? അവനെ അവന്റെ കുടുംബത്തെയും ഇങ്ങനെ വിശ്വസിക്കുന്നത് എന്തിനാ നീ? നിന്നെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുവാ. ഇങ്ങനെ തെറ്റായ കുറെ മനുഷ്യരെയാണല്ലോ നീ വിശ്വസിക്കുന്നത്. നിധി പറയുന്നു, അമ്മ പ്ലീസ് അമ്മ, എനിക്കറിയാം സുധീഷിനെ പറ്റി. സുധീഷ് ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങള് പണം കൊടുത്തിട്ട് എടുത്തോണ്ട് പോകാൻ പറഞ്ഞപ്പോൾ പോകുന്നതിന് വേണ്ടി സുധീഷ് എത്ര ആലോചിച്ചു. സുധീഷിന് താല്പര്യമില്ലായിരുന്നു. ഞാൻ നിർബന്ധിച്ചിട്ടാ സുധീഷ് പോയത്. നിങ്ങൾ പറയുന്നത് പോലെ സുധീഷ് കള്ളനായിരുന്നെങ്കിൽ എന്തിനാ പണം എടുത്തോണ്ട് പോകാൻ ആലോചിക്കുന്നത്? ഹേമ പറയുകയാണ്, ഈ പണവും കൊണ്ട് ഒളിച്ചോടി പോകണോ അതോ കുറച്ചു നാളുകൂടി ഇവിടെ ഇരുന്ന് മൊത്തമായിട്ട് എടുത്തോണ്ട് പോകണോന്ന് ആലോചിക്കുകയായിരുന്നു. കയ്യിൽ കാശ് കിട്ടിയപ്പോൾ അതുമായി ഓടിപ്പോയതാ. ദേ നോക്ക് നിധി, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാത്രം നീ ഉത്തരം പറ. നിന്റെ കല്യാണത്തിന് മുമ്പേ സുധീഷ് അവന്റെ വീടിനെ പറ്റി നിന്നോട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഉറപ്പായും അവൻ നിന്നോട് സത്യം പറഞ്ഞു കാണില്ല. 5 ആണുങ്ങൾ മാത്രമുള്ള ഒരു വീട്ടിലാണ് നീ താമസിക്കാൻ പോകുന്നത്. അച്ഛനൊരു കള്ളുകുടിയനാ. എന്റെ കുടുംബത്തിന് എന്റെ നാട്ടില് നല്ല പേരൊന്നുമില്ല. ഇങ്ങനെയെല്ലാം അവൻ നിന്നോട് പറയാൻ സാധ്യതയില്ല. എന്താന്ന് വെച്ചാ നീ അതെല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും നീ അവനെ കല്യാണം കഴിക്കില്ലായിരുന്നു. അവൻ നിന്നോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞ് നിന്നെ ചതിച്ചാണ് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോയത്. വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് നീ അവിടെ ജീവിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നിധി. നിന്നെ ചതിച്ച് കല്യാണം കഴിച്ച അവൻ അത്രയും പണം കണ്ടപ്പോൾ നമ്മളെ ചതിച്ച് അതുമായി ഓടിപ്പോയതാ. അവനെ നിന്റെ അച്ഛൻ വെറുതെ വിടില്ല. എന്തിനാടി നീ നിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചത്? അങ്ങനെ ഹേമ പൊട്ടിക്കരയുമ്പോൾ ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, എന്നെ തനിച്ചു വിട്, പോ എന്റെ റൂമിൽ നിന്ന്. കണ്ണീര് തുടിച്ച ഹേമ പറയുന്നു, നിന്റെ അച്ഛൻ എങ്ങനെയെങ്കിലും അവനെ കണ്ടെത്തി പണം തിരിച്ചു മേടിക്കും. അതോടുകൂടി അവനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചേക്കണം. അവൻ കാരണം നമ്മൾ അനുഭവിച്ചതെല്ലാം മതി. നീ നല്ലൊരു തീരുമാനം എടുക്ക്. അങ്ങനെ ഹേമ അവിടെ വന്ന് പോകുമ്പോൾ നിധി ഓർക്കുകയാണ് തന്റെ കുടുംബത്തെ പറ്റി സുധീഷ് തന്നോട് കള്ളം പറഞ്ഞത്. പിന്നീട് സുധീഷിന്റെ ഒപ്പം രാത്രി ഒളിച്ചോടി പോയത്. സുധീഷ് തനിക്ക് വേണ്ടി തല്ല് വാങ്ങിക്കൂട്ടിയത്. പിന്നീട് സുധീഷ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊടുത്തത്. തുടർന്ന് നിധി മനസ്സിൽ പറയുന്നു, ഇല്ല, സുധീഷ് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. എനിക്ക് സുധീഷിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. തുടർന്ന് രാത്രി സുധീഷിനെ കുറിച്ചുള്ള വിവരമൊന്നും അറിയാതെ ടെൻഷനോടുകൂടി വീണ്ടും വീണ്ടും സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ് ഹരീഷ്. നികേഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാസ്കരൻ പുറത്തിരിപ്പുണ്ട്. ഹരീഷിനെ ശ്രദ്ധിക്കുന്ന സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റി? ഹരീഷ് ചോദിക്കണം, സുഭാഷ് ഏട്ടാ, എപ്പോഴാ സുധീഷ് ഏട്ടൻ അവസാനമായി സുഭാഷ് ഏട്ടനെ വിളിച്ചത്? ഇന്നലെ വിളിച്ചായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കണം, ഇന്ന് വിളിച്ചില്ലേ? ഇല്ലാന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷിനെ വിളിച്ചോ എന്ന് അന്വേഷിക്കുകയാണ് ഹരീഷ്. നികേഷ് പറയുകയാണ്, ഞാനും ഇന്നലെ വിളിച്ചതാ. കുറച്ചു നേരം മുമ്പേ ഞാൻ സുധീഷ് ഏട്ടനെ വിളിച്ചായിരുന്നു, സ്വിച്ച് ഓഫ് ആണ്. ഹരീഷ് പറയുകയാണ്, ഞാനും കുറെ നേരമായി ട്രൈ ചെയ്യുക, സ്വിച്ച് ഓഫ് എന്താ വരുന്നത്? അതിനാണോ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് സുഭാഷിനെ ശ്രദ്ധിക്കുകയാണ്. സുഭാഷ് പറയുന്നു, അവൻ നിധിയുടെ വീട്ടിലല്ലേ ഉള്ളത്. അവരെല്ലാവരും കുടുംബമായി എവിടെയെങ്കിലും പുറത്തു പോയതായിരിക്കും. ഹരീഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ സുഭാഷ് പറയുന്നു, എടാ, നിനക്ക് സുധീഷിനോട് സംസാരിക്കണമെങ്കിൽ നിധിയുടെ ഫോണിലേക്ക് വിളിക്ക്. നിധി സുധീഷിന്റെ കയ്യിലേക്ക് കൊടുക്കുമല്ലോ. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഒരു പ്രശ്നമുണ്ട്. ഏട്ടത്തി എന്നെ ഫോണിൽ വിളിച്ചായിരുന്നു. അങ്ങനെ നിധി പറഞ്ഞ കാര്യങ്ങളെല്ലാം സുഭാഷിനോടും നികേഷിനോടും പറയുകയാണ് ഹരീഷ്. എല്ലാം കേട്ട് ടെൻഷനോടുകൂടി സുഭാഷ് നികേഷിനോട് നിധിയുടെ ഫോണിലേക്ക് വിളിക്കാനായി പറയുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത നിധിയോട് നികേഷ് പറയുന്നു, ഏട്ടത്തി, ഹരീഷ് ഏട്ടൻ എന്തൊക്കെയോ പറയുന്നു. സുധീഷ് ഏട്ടനെ കാണാനില്ലേ? സുധീഷ് അവിടെ വന്നില്ലേന്ന് നിധി ചോദിക്കുമ്പോൾ
നികേഷ് പറയുകയാണ്, എങ്ങനെ ഏട്ടത്തി സുധീഷ് ഏട്ടൻ ഇവിടെ വരുന്നത്? ഏട്ടത്തിയുടെ കൂടെ അല്ലേ വന്നത്? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫോൺ വാങ്ങിച്ച് സ്പീക്കറിലിട്ട് സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി, അവിടെ എന്താ നടക്കുന്നത്? സുധീഷ് എവിടെ പോയി? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ രാവിലെ ഒരു ജോലിയുമായി പുറത്തേക്ക് പോയതാ, ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. സുഭാഷ് പറയുന്നു, മോള് വിളിച്ച കാര്യം ഇപ്പോഴാ ഹരീഷ് പറഞ്ഞത്, സുധീഷ് എത്തിയോന്നറിയാൻ വേണ്ടിയാ ഞങ്ങളിപ്പോ വിളിച്ചത്. നിധി പറയുന്നു, അച്ഛൻ ഒരു ചെറിയ ജോലിയുമായി സുധീഷിനെ പറഞ്ഞു വിട്ടതാ, ഉച്ചയാകുമ്പോഴേക്കും വരേണ്ടതാ, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ ടെൻഷൻ ആകണ്ട, കുഴപ്പമൊന്നുമില്ല. സുഭാഷ് ഏട്ടാ, സുധീഷ് അവിടെ വന്നാൽ എന്നെ വിളിക്കണേ, ഇവിടെ വന്നാൽ ഞാനും വിളിക്കാം. നിധി ഫോൺ കട്ട് ചെയ്തതിനു ശേഷം ഒന്ന് ആലോചിച്ച് ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ അയാളാ ഇതിനെല്ലാം കാരണം, ഏട്ടത്തിയുടെ അച്ഛൻ. അയാള് സുധീഷ് ഏട്ടനെ എന്തോ ചെയ്തിട്ടുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, നീ എന്താണ് ഈ പറയുന്നത്? ആ സാറല്ലേ ഇവിടെ വന്ന് സുധീഷിനെയും നിധിയെയും സന്തോഷത്തോടു കൂടി കൂട്ടിക്കൊണ്ടു പോയത്? ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടന് പല കാര്യങ്ങളും അറിയില്ല, ചെറിയ കാര്യമാണെന്ന് കരുതി ഞാനത് പറയാതെ വിട്ടു. സുധീഷ് ഏട്ടൻ എന്നോടെല്ലാം പറഞ്ഞായിരുന്നു, ഏട്ടത്തിയുടെ അച്ഛൻ ഇവിടെ വരുന്നതിന് മുമ്പ് സുധീഷ് ഏട്ടനെ കണ്ടിരുന്നു, ഏട്ടത്തിയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് സുധീഷ് ഏട്ടനെ വെല്ലുവിളിച്ചിട്ടാണ് അയാൾ ഇവിടെ വന്നത്. അയാള് വലിയൊരു പ്ലാനുമായിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് വന്നത്. ഇതെല്ലാം പുറത്തിരിക്കുന്ന ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ്. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ പോകുമ്പോൾ അയാളുടെ മനസ്സിൽ എന്തോ പ്ലാൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. സുഭാഷ് ചോദിക്കുന്നു, എടാ ഇതെല്ലാം എന്താ നീ എന്നോട് നേരത്തെ പറയാഞ്ഞത്? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവരെ പറഞ്ഞു വിടില്ലായിരുന്നല്ലോ. ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ സുഭാഷ് ഏട്ടനോട് പറഞ്ഞില്ല, അതുകൊണ്ടാ ഞാനും സുഭാഷ് ഏട്ടനോട് പറയാതിരുന്നത്. 2 ദിവസം മുമ്പ് ഫോണിൽ സംസാരിച്ചപ്പോഴും സുധീഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞത്. നീതി ഉള്ളപ്പോൾ ഒരു രീതിയിലും നീതി ഇല്ലാത്തപ്പോൾ മറ്റൊരു രീതിയിലുമാണ് രാജീവും അരുണും തന്നോട് പെരുമാറുന്നതെന്ന് സുധീഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു. ഇത് കേട്ട് ടെൻഷനോട് കൂടി അകത്തേക്ക് കയറി വരികയാണ് ഭാസ്കരൻ. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ എന്തോ നടന്നിട്ടുണ്ട്, അയാൾ സുധീഷ് ഏട്ടനെ എന്തോ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതാ ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വില്ലൻ എങ്ങനെ നല്ലവനാകും? അവരുടെ കല്യാണത്തിന്റെ അന്ന് വീട്ടിലേക്ക് വന്ന് പ്രശ്നം ഉണ്ടാക്കിയവരല്ലേ അവര്. അന്ന് ഞാനും നിധിയും കോളേജിൽ പോയപ്പോൾ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി ആ അരുൺ എന്ന് പറയുന്നവൻ, അവൻ എന്റെ കയ്യിൽ വെട്ടി. നിങ്ങൾ എല്ലാവരും കൂടി പിക്നിക്ക് പോയപ്പോഴും പ്രശ്നം ഉണ്ടാക്കില്ലേ? സുഭാഷ് ചോദിക്കുന്നു, അന്ന് നടന്ന കാര്യമൊക്കെ അച്ഛൻ എങ്ങനെ അറിഞ്ഞത്? ഭാസ്കരൻ പറയുകയാണ്, നിധി എന്നോട് പറഞ്ഞത്. ഒന്ന് ആലോചിച്ചു നോക്ക്, ഒരൊറ്റ ദിവസം കൊണ്ട് മനസ്സ് മാറി അയാൾ എങ്ങനെ മകളെയും ഭർത്താവിനെയും കൂട്ടിക്കൊണ്ടുപോകും? എടാ ഇങ്ങനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി കൊല ചെയ്യുന്നതെല്ലാം നമ്മൾ പത്രത്തിൽ വായിക്കാറില്ലേ? അതുപോലെ എന്തോ പ്ലാൻ ചെയ്തിട്ടാണ് അയാള് സുധീഷിനെയും നിധിയെ ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയത്. ഇത് കേട്ട് ഭയത്തോടു കൂടി പൊട്ടിക്കരയുകയാണ് നികേഷ്. ഹരീഷ് പറയുന്നു, കരയാതടാ, അങ്ങനെയൊന്നും ആവില്ലടാ, അച്ഛനൊന്നും മിണ്ടാതിരിക്കുവോ? ഭാസ്കരൻ പറയുന്നു, ഒരു പണക്കാരൻ കാറിൽ വന്ന് ഇറങ്ങിയ ഉടനെ അരികിലേക്ക് ചെന്ന് ചിരിച്ച് സംസാരിച്ചതാ. ഹരീഷ് പറയുന്നു, അതുകൊണ്ടൊന്നുമല്ല, ഏട്ടത്തിയുടെ അച്ഛനായതുകൊണ്ടാ നല്ല രീതിയിൽ പെരുമാറിയത്. വെറുതെ എല്ലാവരെയും ടെൻഷനാക്കാതെ പുറത്തു പോയിരിക്കും. സുഭാഷ് ടെൻഷനോടുകൂടി നിധിയുടെ ഫോണിലേക്ക് വിളിച്ച് സുധീഷ് വന്നോന്ന് ചോദിക്കുകയാണ്. നിധി പറയുന്നു, ഇല്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് പറയുകയാണ്, ഹരീഷ് എന്തൊക്കെയോ പറയുന്നു, സുധീഷിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്ന് ഭയക്കുകയാണ് ഞങ്ങൾ. അവിടെ എന്താ മോളെ സംഭവിച്ചത്? അച്ഛൻ അവനെ എവിടേക്കാ പറഞ്ഞു വിട്ടത്? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ കുറച്ച് പണവും സ്വർണവും ബിസിനസിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് കൊടുക്കേണ്ടതായി വന്നു. രാവിലെ എന്റെ ചേട്ടനാണ് അത് എടുത്തുകൊണ്ട് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ അവസാന നിമിഷത്തിൽ അരുണേട്ടന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് അച്ഛൻ സുധീഷിന്റെ കയ്യിൽ കൊടുത്തുവിട്ടു. സുധീഷ് നമ്മുടെ വണ്ടിയിൽ തന്നെയാ എല്ലാം കൊണ്ടുപോയത്. പക്ഷെ ഇപ്പോൾ വണ്ടിയോടൊപ്പം സുധീഷിനെയും കാണുന്നില്ല എന്ന് എല്ലാവരും പറയുന്നു. വീട്ടിലെല്ലാവരും സുധീഷ് പണവും സ്വർണവും മോഷ്ടിച്ചുകൊണ്ട് പോയതാണെന്ന് പറയുന്നു. സുഭാഷ് പറയുന്നു, അയ്യോ മോളെ, സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല, അവനെ പറ്റി നിനക്കറിയത്തില്ലേ? നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ എനിക്കും അതെല്ലാം അറിയാം, സുധീഷ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഞാനും ഇവിടെ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഇവരാരും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. സുധീഷിന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണും, ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞാലും ഇവരാരും കേൾക്കുന്നില്ല. സുധീഷാണ് പണവും സ്വർണവും എല്ലാം മോഷ്ടിച്ചുകൊണ്ട് പോയെന്നാണ് അവരിപ്പോഴും പറയുന്നത്. സുധീഷ് തിരിച്ചു വന്നാലേ എല്ലാം ശരിയാകും. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സുഭാഷ് ഏട്ടാ, ഇവരോടൊക്കെ എന്ത് പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്നും അറിയില്ല. ഈ സമയം ഹേമ ഉറക്കെ നിധിന്ന് വിളിക്കുകയാണ്. ഇത് കേട്ട് നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ വിളിക്കാം, സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ എന്നെ വിളിക്കണേ. ശരി മോളെ എന്ന് പറഞ്ഞ് സുഭാഷ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഹരീഷ് ഏട്ടൻ പറഞ്ഞതാ ശരി, അവരെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഭാസ്കരൻ പറയുകയാണ്, സ്വർണവും പണവും അവന്റെ കയ്യിൽ കൊടുത്ത് ആളെ വെച്ച് അവനെ തല്ലി സ്വർണവും പണവും അവനാണ് മോഷ്ടിച്ചോണ്ട് പോയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് അവർ. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ സുധീഷ് ഏട്ടൻ കുടുങ്ങും. സുഭാഷ് പറയുന്നു, ആലോചിച്ച് ചെയ്യാമടാ, എടുത്തു ചാടാൻ പറ്റില്ല. അങ്ങനെ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് സുഭാഷും ഹരീഷും നികേഷും ഭാസ്കരനും. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.